ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും എന്നും അടിയാണ്. അപ്പോൾ സഹിക്ക് വേണ്ട ഈ ചേച്ചി ഈ ഭർത്താവിൻ്റെ മണ്ടമ്മ ചുറ്റി എടുത്ത് എണ്ണാവും ഒന്ന് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടുവന്ന അമ്മായിയമ്മേൻ്റെ തലയിലും ചുറ്റി വെച്ച് ഒന്ന് കൊടുത്തു. അങ്ങനെ ആകെ പ്രശ്നമായി, പോലീസ് കേസായി. പോലീസ് വന്ന് എൻക്വയറിക്ക് വന്നു. ആളുകളൊക്കെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചു ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യ എൻ്റെ തലയ്ക്ക് ചുറ്റി വെച്ചടിച്ചു. ശരി. അപ്പോൾ ആൾക്കൂട്ടം നിരന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആൾക്കൂട്ടത്തിൽ ഉള്ളുന്ന ഒരാൾ പറഞ്ഞു, കള്ളം, പച്ചക്കള്ളം. ആ പോലീസുകാരൻ മിണ്ടാതെ നിൽക്ക് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ അമ്മായിമേനും നിങ്ങൾ ചുറ്റി വെച്ച് അടിച്ചു എന്ന് കേട്ടല്ലോ, ശരിയാണോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ അടിക്കേണ്ടി വന്നു, ഒരു ദുർബല നിമിഷത്തിൽ അടിച്ചു. അപ്പോഴും ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, കള്ളം, പച്ചക്കള്ളം. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, അവനെങ്ങനെ വിളിക്കും. അപ്പോൾ ആളെ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കള്ളാണെന്ന് അറിയാതെ ചോദിച്ചു. അപ്പോൾ ആൾ പറയാണ്, എൻ്റെ വീട് ഇതാ കാണുന്ന വീടാണ്. ഞാൻ ഈ വീട്ടിൽ 2 തവണ ചുറ്റിക്ക് വന്നപ്പോൾ ഈ വീട്ടിൽ ചുറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ എവിടുന്ന് ഈ ചുറ്റിക്ക് വന്നത്? അതുപോലെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. എല്ലാവരും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് കാപ്പിടിക്കേണ്ട സമയമായി. പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ജിലേബി, ലഡ്ഡു, മിച്ചർ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു തുടങ്ങി. ചെക്കൻ്റെ വീട്ടുകാരെ എല്ലാവരും ചായ കുടിച്ചു തുടങ്ങി. അപ്പോൾ ചെക്കൻ്റെ അച്ഛൻ മാത്രം ചായ കുടിക്കാണ്ട് മാറി നിൽക്കുക. ഇത് പെണ്ണിൻ്റെ അച്ഛൻ കണ്ടു. അപ്പോൾ ചോദിച്ചു, എന്താ ചായ കുടിക്കാതെ മാറി നിൽക്കുന്നത്? ചായ കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഷുഗറിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചായ കുടിക്കാതെ മാറി നിൽക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കരുതെന്ന്. അപ്പോൾ ആൾക്ക് വിഷമായി, ഓ ഷുഗറുള്ള ആളല്ലേ. അപ്പോൾ ആൾ പറഞ്ഞു, ചായ കുടിച്ചാലല്ലേ പ്രശ്നമുള്ള 2 ലഡ്ഡു കഴിക്കുക. ഒരു കവി, ആളുടെ ഭാര്യ, ഒരു കൊച്ചുകുട്ടി. അപ്പോൾ ഇയാൾ സ്ഥിരം കവിത എഴുതും. അങ്ങനെ ഒരു ദിവസം ഇയാൾ എഴുതിയ കവിത കാണുന്നില്ല. ഇയാൾ പൂരെ തിരച്ച് വീടിൻ്റെ ഉള്ളിലൊക്കെ നോക്കി, എവിടെയും കാണുന്നില്ല. ഇയാൾ നോക്കുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് കുട്ടീനെ. അപ്പോൾ ഭാര്യ വന്നിട്ട് ചോദിച്ചു, എന്താണ് കുട്ടീനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ഇന്ന് എഴുതിയ കവിത ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കാണാനില്ല, ഒന്നെങ്കിലും വലിച്ചു കയറി അത് അടുപ്പിലിട്ടുണ്ടാവും. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ആ കവിത വായിച്ച് മനസ്സിലാക്കാനുള്ള പ്രായമുണ്ടോ കുട്ടിക്ക്? എന്നാലല്ലേ അടുപ്പിലിട്ടുള്ളൂ. നമുക്കറിയാം, ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പെല്ലാം നമ്മൾ ഗാനമേളകൾക്ക് പോകുന്ന സമയത്ത് ചെറിയ 2-3 പീസ് ഓർക്കസ്ട്ര ഉണ്ടാവും. ഒരു കീബോർഡ്, ഒരു തബല, ഒരു ഡ്രമ്മ്, വേണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഗിറ്റാറും കൂടി വന്നാൽ നന്നായിരുന്നു. മിന്നാരയിൽ ഇറങ്ങിയ സമയത്താണ്. അപ്പോൾ അന്നേരം ഞാനൊക്കെ ഇങ്ങനെ പാടി വരുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളൊരു അമ്പലത്തിൽ പരിപാടിക്ക് പോയപ്പോൾ ചെറിയൊരു സ്റ്റേജ്, അപ്പോൾ നമ്മുടെ ഗുരുവായിട്ടുള്ള ഒരാളുണ്ട്, ബാലേട്ടൻ, അദ്ദേഹം തബലിസ്റ്റാണ്. അദ്ദേഹം ഇങ്ങനെ തബല ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്, ഹൽ ഹൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ വെള്ളം അടിച്ചിട്ട് വന്ന് എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്ന ചില ആളുണ്ടാവില്ല ചില നാട്ടിൽ. ഇയാൾ വന്നിട്ട് ബാലേട്ടൻ തട്ടിയിട്ട്, ഓ കമ്പോസർ ഉണ്ടോ ഗാനമേളക്ക്? കമ്പോസർ ഇല്ലാത്ത ഗാനമേള എന്ത് ഗാനമേളയാട്ടോ? കമ്പോസർ ഇല്ലേ? ബാലേട്ടാണെങ്കില്ല. ബാലേട്ടൻ പിന്നെ തബല, ബാലേട്ടൻ പിന്നെ തബല ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുന്ന, ഏയ് കമ്പോസർ ഉണ്ടോ? കമ്പോസറിൽ ഞങ്ങൾക്കറിയാം, ഞാനിതെല്ലാം കണ്ടതാ. കമ്പോസർ ഇല്ലാത്ത ഗാനമേള എന്ത് ഗാനമേള? കമ്പോസർ ഇല്ലേ? ബാലേട്ടനെ അധികം ചോദിച്ചാൽ ബാലേട്ടൻ എണീറ്റിങ് നിന്ന് തബലേൻ്റെ അടുത്തുനിന്ന് ബാലേട്ടൻ ചോദിച്ചു, തബല കാണിച്ചിട്ട്, എല്ലടോ ഇതല്ലടോ കമ്പോസർ എന്ന് പറഞ്ഞു. അയാൾ, അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ, ഇതല്ലേ കമ്പോസർ. സുഹൃത്തെ സോറി, ഞാൻ കണ്ടില്ല. അയാൾക്ക് കമ്പോസർ അറിഞ്ഞൂടാ, തബല അറിഞ്ഞൂടാ. പിന്നെ വന്ന് എൻ്റെ അടുത്താ, എന്നെ മെല്ലെ ചൊട്ടി എന്നോട് പറഞ്ഞു, എടോ നീ ഗാനങ്ങൾക്ക് പാടുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഞാനും പാടുന്നുണ്ട്, പിന്നെ ഇവർ 2-3 ആളുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ മോഹൻലാൽ ഫാനാണ്, നിലാവേ പാടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അത് പാടുന്നുണ്ട്, ഞാനുണ്ട്, ധന്യമോളുണ്ട്, ലില്ലിപ്പാപ്പ ഞാൻ പാടും എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ പറയരുത്, കാരണം ഇത് ആൾക്കാർക്കിങ്ങനെ സെറ്റ് ആൾ സെറ്റ് ചോദിച്ചല്ലേ. എന്നൊരു കാര്യം ചെയ്യും, ലൈറ്റ് മറ്റേ ഗാനമേളക്ക് ലൈറ്റ് ഞാൻ അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ അപ്പോൾ കമ്മിറ്റിക്കാരെ പിടിച്ച് ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോയി. കുറച്ച് എനിക്ക് ഗാനമേളെല്ലാം തുടങ്ങി. മിന്നാരത്തിൻ്റെ സമയം വന്ന് ഞാനിങ്ങനെ പാടി, ആ സമയത്ത് ടിങ് 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 എന്ന് പറയുമ്പോൾ ഒരു കോണെന്ന് 5 ബാറ്ററിയിലെ ടോർച്ച് എൻ്റെ കണ്ണിലടിച്ച് ലില്ലിപ്പാ പാലോലി എന്ന് പറഞ്ഞു. എൻ്റെ ശ്രുതിയും പോയി, താളവും പോയി, എല്ലാം പോയി. ഗാനമേള മൊത്തം കുളം. ഓർക്കസ്ട്ര ഫീഡ് ചെയ്തല്ലേ, തര 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 തര, അതിൻ്റെ അടുത്ത മ്യൂസിക് അതല്ലേ, തര തര. ഈ സമയത്ത് അടിയാ കമ്മിറ്റിക്കാർ ഇയാൾ അങ്ങനെ പഞ്ഞിക്കിട്ട് ഗാനമേള മൊത്തം കുളമായി. അവസാനം ഇയാളെ പഞ്ഞിക്കിട്ട് അവസാനത്തെ മ്യൂസിക് കീബോർഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ അയാൾ ഞൊണ്ടിയായിട്ട് നടന്നു പോയി.